GST സംസ്ഥാനത്തിന് ഗുണകരമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കുടുംബശ്രീ പോലുള്ള സ്ഥാപനങ്ങൾക്ക് GST ഫലം ചെയ്യും. സാധനങ്ങളുടെ MRP നിശ്ചയിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഫലപ്രദമായി ഇടപെടണമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. വിവരങ്ങളുമായി വിനിഷ ചേരുന്നുണ്ട്. വിനിഷ, എന്തൊക്കെയാണ് GSTയിൽ ധനമന്ത്രി പറഞ്ഞത്? മനു, GST നടപ്പിൽ വരികയാണെങ്കിൽ കേരളത്തിന്റെ വരുമാനം കൂടുമെന്നാണ് കരുതുന്നതാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നികുതി വെട്ടിപ്പ് കുറയുന്നത് മൂലം ഇത് വരുമാനത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനിടയാകും. നിലവിൽ ചെറുകിട യൂണിറ്റുകൾക്ക് GST തിരിച്ചടിയാകുമെന്നാണ് പറയപ്പെടുന്നതെങ്കിലും വാറ്റ് മാത്രമാണ് നിലവിൽ ചെറുകിട യൂണിറ്റുകൾക്ക് നികുതിയായി നൽകേണ്ടിയിരുന്നത്. ഇനി GST നടപ്പിൽ വരികയാണെങ്കിൽ എക്സൈസ് നികുതി കൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടും. ഈ എക്സൈസ് നികുതി കൂടി ഉൾപ്പെട്ടാൽ ചെറുകിട യൂണിറ്റുകൾക്ക് വൻ തിരിച്ചടിയാകുമെന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. എന്നാൽ 75 ലക്ഷം വരെ ടേൺ ഓവറുള്ള ചെറുകിട യൂണിറ്റുകൾക്ക് 2% മാത്രമേ GST വരികയുള്ളൂ. ഈ 2%-ൽ 1% കേന്ദ്ര സർക്കാരിനും 1% സംസ്ഥാന സർക്കാരിന്റെയും നികുതിയാണ്. ഈ കുടുംബശ്രീ പോലുള്ള ചെറുകിട യൂണിറ്റുകൾ 75 ലക്ഷത്തിന് താഴെ ടേൺ ഓവർ വരുന്ന ചെറുകിട യൂണിറ്റുകളിൽ കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകൾ പെടും. അതിനാൽ തന്നെ കുടുംബശ്രീ പോലുള്ള കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരം ചെയ്യുന്ന കുടുംബശ്രീ പോലുള്ള സ്ഥാപനങ്ങൾക്ക്, സംരംഭങ്ങൾക്ക് ഇത് ഒരു തടസ്സമാവില്ല. അതിനാൽ തന്നെ ഇത്തരം ചെറുകിട യൂണിറ്റുകളിലൂടെ കിട്ടുന്ന വരുമാനം സംസ്ഥാനത്തിന് ഗുണം ചെയ്യും. GST നിലവിൽ വരുമ്പോൾ 1 കോടിക്ക് മുകളിൽ ടേൺ ഓവർ വരുന്ന വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് നിന്നും.